ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. നമ്മളെ കണ്ണൂരിലെ സ്പെഷ്യൽ ഉന്നക്കായ റെസിപ്പിയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് കിടക്കാം. ഞാൻ ആദ്യം തന്നെ കുറച്ചൊരു പഴുപ്പ് കുറഞ്ഞൊരു പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഒരു 10-15 മിനിറ്റ് മതിയാകും. അങ്ങനെ നമ്മൾ പഴമൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. എൻ്റെ പഴം കുറച്ച് ഇവിടെ ഒന്ന് പഴുത്തതാണ് കേട്ടോ. നിങ്ങൾ എടുക്കുമ്പോൾ പഴുക്കാത്ത പഴം തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ പഴുത്ത പഴം എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം നമ്മൾ അധികം പഴുക്കാത്ത പഴം ഉടച്ച് ചേർത്താലും മതി. അങ്ങനെ ഞാനിതാ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നല്ലപോലെ ഉടച്ചെടുക്കലാണ്. ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കാം. അതിന് ഇവിടെ സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 5 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ചിക്കിയെടുക്കാം. നമ്മൾ കണ്ണൂർ സൈഡൊക്കെ ഉന്നക്കായൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ട് വരുന്നത് എഗ് ഫില്ലിങ്സ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണ് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഞാൻ നല്ലപോലെ ചിക്കിയെടുക്കലാണ്. ഇനി ഇതിലേക്ക് ഞാൻ 3 ഏലക്കായ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും അതുപോലെ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിതാ അണ്ടിപ്പരിപ്പ് നന്നായി ക്രഷ് ചെയ്തതും അതുപോലെ കിസ്മിസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം പോലെ വരുന്നതായിരിക്കും. അത് നമുക്ക് നന്നായി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കാം. എന്നിട്ട് ലാസ്റ്റായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഞാൻ 1 സ്പൂൺ ഗീയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മളെ ഫില്ലിങ്സിന് നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും. അങ്ങനെ നമ്മൾ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ച മാവിത ഇതുപോലെ പരത്തിയെടുക്കാം. ഇതുപോലെ റൗണ്ട് ഷേപ്പായിട്ട് പരത്തിയെടുത്തിട്ട് അതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. കുറച്ച് ഓയിലും കൂടി കൈക്ക് തടവി കൊടുത്തിട്ട് നമ്മൾ പരത്തിയെടുക്കുക. എന്നാൽ നമ്മൾ കയ്യിൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കില്ല. അങ്ങനെ എല്ലാം ഇതുപോലെ ഞാൻ ഇവിടെ ചെയ്തെടുക്കലാണ്. അങ്ങനെ എല്ലാം ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കലാണ്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെ എല്ലാ ഭാഗങ്ങളും തിരിച്ച് ഇട്ട് കൊടുക്കുക. ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. അങ്ങനെ ഞാൻ ഇവിടെ എല്ലാം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ അയക്കുമ്പോൾ കോരി മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കലാണ്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ വീണ്ടും ഇതുപോലുള്ള വ്യത്യസ്തമായ രുചികളുമായി വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.